കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ആര്യങ്കാവ് മുറിയൻ പാഞ്ചാലിലെ റോഡിൻ്റെ തകർച്ചയ്ക്ക് മാസങ്ങൾ പിന്നിട്ടിട്ടും പരിഹാരമായില്ല. കഴിഞ്ഞ വേനൽ മഴയിൽ റോഡ് പൂർണ്ണമായും കുളമായതോടെ വാഹന ഗതാഗതവും ബുദ്ധിമുട്ടിലാണ്. ചെറിയ വാഹനങ്ങളടക്കം സമീപത്തുള്ള കാലപ്പഴക്കം ചെന്ന തകർച്ചയിലായ ചെറിയ പാലത്തിലൂടെയാണ് ഗതാഗതം നടത്തുന്നത്. ഇത് ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട്. വലിയ ചരക്കുവാഹനങ്ങളടക്കം ഏറെ നേരം പിന്നിട്ട ശേഷമാണ് മുറിയൻ പാഞ്ചാലിലെ പാലം കടന്ന മറുഭാഗത്തേക്ക് എത്തുന്നത്. ഒരു വർഷം മുമ്പാണ് റോഡിൻ്റെ ടാറിംഗ് ഇളകിമാറി മുറിയൻ പാഞ്ചാൽ പാലത്തിന് സമീപം വലിയ കുഴികൾ രൂപപ്പെട്ടത്. തുടർന്ന് നാട്ടുകാരുടെയും വാഹന ഡ്രൈവർമാരുടെയും നേതൃത്വത്തിൽ നിരവധി തവണ മണ്ണും കല്ലുമിട്ട പാതയിലെ കുഴികൾ നികത്തിയിരുന്നു. എന്നാൽ ശാശ്വതമായൊരു പരിഹാരം ഇതേവരെയും പാതയുടെ തകർച്ചയ്ക്ക് ഉണ്ടായിട്ടില്ല. അന്തർ സംസ്ഥാന പാതയായ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലൂടെ നിരവധി ആളുകളാണ് തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിലേക്ക് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും രോഗികളുമായി എത്തുന്ന ആംബുലൻസിന് പോലും പലപ്പോഴും ഏറെ നേരം വേണ്ടിവരുന്നുണ്ട് മുറിയൻ പാഞ്ചാൽ പിന്നിടുവാൻ. രാത്രികാലങ്ങളിലെത്തുന്ന വാഹനങ്ങൾ മുറിയൻ പാഞ്ചാലിലെ കുഴികളിൽ അകപ്പെട്ട തകരാറുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമായിരിക്കുന്നു. അന്തർ സംസ്ഥാന പാതയായതിനാൽ തന്നെ തെക്കൻ കേരളത്തിലെ നിരവധി വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ വേനൽ മഴയിൽ റോഡിലെ കുഴികൾ പൂർണ്ണമായും വെള്ളം നിറഞ്ഞു. പാതയുടെ തകർച്ച പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട നാട്ടുകാരും വാഹന ഡ്രൈവർമാരും നിരവധി തവണ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ പ്രതിഷേധമോ നാട്ടുകാരുടെ ദുരിതമോ ഒന്നും ദേശീയപാത ഉദ്യോഗസ്ഥർ അറിഞ്ഞ മട്ടില്ല. കഴിഞ്ഞ ദിവസം റോഡിലെ കുഴികളിൽ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി നാട്ടുകാർ വാഴയും നട്ടിരുന്നു. എത്രയും വേഗം ആര്യങ്കാവ് മുറിയൻ പാഞ്ചാലിലെ പാതയുടെ തകർച്ച പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.